ഈ വനമേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വനം വകുപ്പ് ബൃഹത്തായ പദ്ധതികളാണ് നമ്മൾ ഇപ്പോൾ ഈ ആസൂത്രണം ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വെള്ളച്ചാട്ടം അതുപോലെ തന്നെ 2 വെള്ളച്ചാട്ടങ്ങളാണ് ഈ വനമേഖലയിലുള്ളത്, അതിരപ്പള്ളി അതുപോലെ തന്നെ വാഴച്ചാൽ. ഈ രണ്ട് വെള്ളച്ചാട്ടവും അതിനോടനുബന്ധിച്ച വനമേഖലകളും സംരക്ഷിക്കുന്നതിനായിട്ട് വനസംരക്ഷണ സമിതികൾ മുഖേന ഈ പ്രദേശം പൂർണ്ണമായിട്ടും മാലിന്യമുക്തമാക്കിയിട്ട് വനംവകുപ്പ് സംരക്ഷിച്ചു വരികയാണ്. മഴക്കാലത്ത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും ഈ 100 മീറ്റർ വീതിയിൽ ഈ വെള്ളച്ചാട്ടം കാണാൻ സാധിക്കുന്നത്. പൂർണ്ണമായിട്ടും മഴക്കാലത്ത് മാത്രമാണ്. അതിനുശേഷം 2 or 3 ചെറിയ വെള്ളച്ചാട്ടങ്ങൾ മാത്രമായിട്ട് അവ ചുരുങ്ങുകയാണ്. വേനൽക്കാലത്ത് വളരെ നേരത്തെ തീരെ ഇല്ലാതാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ വെള്ളച്ചാട്ടത്തിനുള്ളത്. ഈ ഡാമിൽ, പൊരിങ്ങൽകുത്ത് ഡാമിൽ, ഞാൻ മുൻപ് പറഞ്ഞ പൊരിങ്ങൽകുത്ത് ഡാമിൽ നിന്നുമുള്ള പവർ ജനറേഷൻ അടിസ്ഥാനമാക്കിയിട്ട് അതിൻ്റെ ബാലൻസ് വരുന്ന ടെയിൽ റേസ് വെള്ളമാണ് പുഴയിലേക്ക് വന്നിട്ട് ഇപ്പോൾ വെള്ളച്ചാട്ടമായിട്ട് നേരിയ തോതിലെങ്കിലും നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അതും പല സമയത്തും വളരെ ലീനായിട്ടായിരിക്കും വെള്ളച്ചാട്ടം ഉണ്ടാകുന്നത്. ഒരു പോരാട്ടത്തിനൊന്നും ആവശ്യമില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എൻ്റെ ഈ പ്രായത്തിൽ സെക്രട്ടേറിയറ്റ് നടയിൽ വന്ന് കിടന്ന് ഉപവസിക്കാനൊന്നും ഒരു ദിവസം കൊണ്ട് ഞാൻ ആശുപത്രിയിലൊക്കെ അറിയാം. എങ്കിലും ഞങ്ങളൊക്കെ അതിന് തയ്യാറാണ്. ഞാൻ മാത്രമല്ല, ആയിരക്കണക്കിന് ആളുകൾ കാണും അവിടെ വന്ന് കിടക്കാൻ. അത് ഓർമ്മയിരിക്കട്ടെ എന്ന് ബഹുമാനപ്പെട്ട വൈദ്യുതി മന്ത്രിയെ ഓർമ്മിപ്പിക്കുന്നു. അത് മറന്നു പോകണ്ട. അതുകൊണ്ട് ഈ പച്ചപ്പ് നിലനിർത്തണം. മനുഷ്യൻ എന്ന ഒരു ജീവി മാത്രം ഇവിടെ പുലർന്നാൽ പോരാ. 1 കോടി ജീവജാലങ്ങൾ വേറെയുണ്ട്. തേനീച്ചകൾ മുതൽ ആനകൾ വരെ, തിമിംഗലങ്ങൾ വരെയുള്ള എല്ലാവർക്കും ജീവിക്കണം. ഞങ്ങൾക്ക് എല്ലാവർക്കും വെള്ളം വേണം, ശുദ്ധമായ പ്രാണവായു വേണം, ശുദ്ധമായ അന്നം വേണം. അതുകൊണ്ട് ബാക്കിയുള്ള പച്ചപ്പ്, ഇനി ഇത്തിരിയേ ബാക്കിയുള്ളൂ, ബാക്കിയുള്ള പച്ചപ്പ് ഏറ്റവും നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ ഉള്ള ആ ഒരു ആവേശത്തോടെ, അത്രയധികം സ്നേഹത്തോടെ, ചുമതലാബോധത്തോടെ ബാക്കിയുള്ള പച്ചപ്പിനെ സംരക്ഷിക്കേണ്ടത് കേരളത്തിൻ്റെ മാത്രമല്ല, ഇന്ത്യയുടെ മാത്രമല്ല, ഭൂമിയുടെ മുഴുവനും ആവശ്യമാണ്. അതിനുള്ള അറിവ് ഭരണകർത്താക്കൾക്കുണ്ടാകട്ടെ. അതിനുള്ള ആലോചന, അതിനെപ്പറ്റിയുള്ള പുനർവിചിന്തനം ഭരണകർത്താക്കൾക്കുണ്ടാകട്ടെ. ഇത് നടക്കുകയില്ല. നടപ്പിലാക്കാൻ ഞങ്ങളെപ്പോലെയുള്ളവർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അനുവദിക്കുകയുമില്ല. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്നമൃതിയിൽ നിനക്കാത്മശാന്തി. ഇതു നിന്റെ എൻ്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിലിന്നേ കുറിച്ച ഗീതം.